ഹേ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എൻ്റെ ഹൃദയത്തോട് വളരെ വളരെ അടുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. കാരണം എല്ലാ ശനിയാഴ്ചകളും മമ്മി എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പൊട്ടിച്ചൊഴിച്ച മുട്ടക്കറി ഉണ്ട്. അത് തേങ്ങാരപ്പൊക്കെ ഇട്ടിട്ടാണ് മമ്മി ചെയ്യാറ്. ആ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒരു പാനകത്ത് എണ്ണ ഒന്നും ഒഴിക്കാണ്ട് കുരുമുളക്, പെരിഞ്ചീരകം, പട്ട, പിന്നെ ചിരകിയ തേങ്ങ ഇതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ ശകലം മോയ്സ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. അതിനുശേഷം അതിനകത്ത് ഇഞ്ചി, ചെറുള്ളി, പിന്നെ കുറച്ച് കസകസ, പോപ്പി സീഡ്സ് ഇതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വാമപ്പായി എടുക്കാം. ഇതെല്ലാം ഒന്ന് വാമായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി ഇടാം. പൊടിയിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇത് തണുപ്പിച്ചിട്ട് ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഒരു പാനകത്ത് എണ്ണ ചൂടാതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറുള്ളി ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആവണം. ഇത് ബ്രൗൺ ആയതിനു ശേഷം ഇതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് സോഡ ചെയ്തെടുക്കാം. അതിനുശേഷം അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ഒരു 5 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ബോയിലേക്ക് ഇടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിനകത്ത് മുട്ടകളിടാം. ഞാൻ എന്താ വെച്ചില്ല, ഒരു ചെറിയ ബൗളിനകത്ത് ഇങ്ങനെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒഴിക്കാൻ എളുപ്പമാണ്, മുട്ട പൊട്ടിയും പോകത്തില്ല. പിന്നെ ഈ ഗ്രേവി ഉണ്ടല്ലോ, ഗ്രേവി ഇങ്ങനെ മേലെ കോരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈവനായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടിച്ചൊഴിച്ച മുട്ടക്കറി റെഡിയാണ്. ചോറിൻ്റെ കൂട്ടത്തിൽ അടിപൊളി കോമ്പിനേഷൻ. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവരിബഡി ക്യാൻ കുക്ക് ആൻഡ് എവരിബഡി ഹാസ് ടു കുക്ക്.